ഹായ് കൂട്ടുകാരെ, ഏവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മറ്റൊരു വിഷയമായിട്ടാണ്. വിഷയം യാത്രകൾ. യാത്രകൾ വിനോദം മാത്രമല്ല, അറിവ് നിർമ്മിക്കൽ കൂടിയാണ്. അറിവ് നേടാനുള്ള എൻ്റെ യാത്രകളിൽ എനിക്ക് ലഭിച്ചത് അറിവുകളേക്കാൾ തിരിച്ചറിവുകളായിരുന്നു. മുൻകാലങ്ങളിൽ ഞാൻ അറിവുകൾ നേടിയിരുന്നത് വായനയിലൂടെയും കേൾവിയിലൂടെയും ആയിരുന്നെങ്കിൽ, എൻ്റെ യാത്രാ അനുഭവങ്ങളിലൂടെ ലഭിച്ച അനുഭവങ്ങളിൽ നിന്നും മുൻപ് നേടിയ പല അറിവുകളും തെറ്റാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഒറ്റയ്ക്കുള്ള യാത്രയാണ് നല്ലത്. അവരവരുടെ ഇഷ്ടത്തിന് യാത്ര ചെയ്യാം, ഭക്ഷണം കഴിക്കാം, കാഴ്ചകൾ കാണാം. കൂടെ ആളുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി നമ്മുടെ സമയവും വ്യക്തിത്വവും ത്യജിക്കേണ്ടി വരും. നമ്മുടെ ഇഷ്ടമായിരിക്കില്ല അവരുടെ ഇഷ്ടം. അവരുടെ കാഴ്ചപ്പാടിൽ മാറ്റമുണ്ടാകാം. കൂട്ടമായി യാത്ര ചെയ്യുമ്പോൾ യാത്രകൾ ആസ്വദിക്കാൻ കഴിയില്ല, കാഴ്ചകൾ ശ്രദ്ധിക്കാൻ കഴിയില്ല. കാരണം നാം അവരോടൊപ്പം കൂടുതൽ സമയം സംസാരിച്ചു കൊണ്ടിരിക്കും. അവരെ പ്രീതിപ്പെടുത്താൻ നാം സദാസമയം ജാഗരൂകരായിരിക്കും. കൂടെ വരുന്നത് കുടുംബാംഗങ്ങളാണെങ്കിൽ നമ്മൾക്ക് ഉത്തരവാദിത്വം കൂടും. അവരുടെ സുരക്ഷിതത്വം നമ്മളുടെ കൈകളിലാണ്. അതുകൊണ്ട് നാം യാത്രകളിൽ നിന്നും അകന്നു നിൽക്കേണ്ട ഒരു അവസ്ഥ വരാറുണ്ട്. സുരക്ഷിതത്വം എല്ലാവരുടെയും അവകാശമാണ്. എന്നാൽ അതേസമയം അതൊരു ഉത്തരവാദിത്വം കൂടിയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ഉത്തരവാദിത്വത്തിൽ നിന്നും പലരും ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. തൻ്റെ ഉത്തരവാദിത്വം മറ്റുള്ളവരുടെ മേലെ അടിച്ചേൽപ്പിച്ച് സ്വയം രക്ഷപ്പെടുന്നവരെയാണ് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ നമുക്ക് കൂട്ടമായുള്ള യാത്രകൾ പുതുതായി ഒന്നും നേടിത്തരില്ല എന്നാണ് എൻ്റെ യാത്രകളിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത്. ജീവിതം ഒരു യാത്രയാണ്. ജനനത്തിൽ നിന്നും മരണത്തിലേക്കുള്ള യാത്ര. യാത്രയിൽ നാം പലരെയും കണ്ടുമുട്ടുന്നു, ചിലരുമായി സൗഹൃദം പങ്കുവയ്ക്കുന്നു. ഈ യാത്രയിൽ സുഖങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കുന്നു. ജീവിതം കടമയുടെയും ഉത്തരവാദിത്വത്തിൻ്റെയും ഭാഗമാകുന്നു. ചിലർ ജീവിതം ആസ്വദിക്കുമ്പോൾ മറ്റു ചിലർ ജീവിതം സ്വയം നശിപ്പിക്കുന്നു. ഓരോ വ്യക്തിയുടെയും മനോഭാവമാണ് ജീവിതം ആസ്വദിക്കുന്നതും നശിപ്പിക്കുന്നതിനും കാരണമാകുന്നത്. ജീവിതത്തിൽ എന്നും യാത്ര ചെയ്യുന്നവരാണ് നമ്മൾ പലരും. ചിലർ വിദ്യാഭ്യാസത്തിനു വേണ്ടി, ചിലർ തൊഴിലിനു വേണ്ടി, ചിലർ വിനോദത്തിനു വേണ്ടി, മറ്റു ചിലർ സാമൂഹിക പ്രതിബദ്ധതകളായ വിവാഹം, മരണം തുടങ്ങിയ ചടങ്ങുകൾക്ക് വേണ്ടി. ചിലർ യാത്രകൾ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണ്. അവനവന് വേണ്ടി യാത്ര ചെയ്യുന്നവർ വളരെ കുറവാണ്. ഓരോ യാത്രയ്ക്കും ലക്ഷ്യമുണ്ട്. ഓരോ യാത്രയും ഉദ്ദേശശുദ്ധിയുള്ളതാണ്. എന്നാൽ ചില യാത്രകൾ നൽകുന്ന അനുഭവം വളരെ ഭീകരമായിരിക്കും. ആദ്യകാലങ്ങളിൽ മനുഷ്യൻ യാത്ര ചെയ്തിരുന്നത് ഭക്ഷണം തേടിയും പിന്നീട് ദീർഘദൂര യാത്രകൾ നടത്തിയത് കച്ചവടത്തിനുമായിരുന്നു. എന്നാൽ ഇന്ന് യാത്രകൾ വിനോദത്തിനോ ആയി മാറി. ഇന്ന് ബഹുഭൂരിപക്ഷ ആളുകളും യാത്രകൾ ചെയ്യുന്നത് ആഘോഷങ്ങൾക്കും വിനോദത്തിനും വേണ്ടിയാണ്. അതിന് കാരണം സോഷ്യൽ മീഡിയയുടെ വികാസവും കടന്നുകയറ്റവുമാണ് ഈ പ്രവണതയ്ക്ക് പ്രധാന കാരണം. മാനസിക സംഘർഷം കുറയ്ക്കാനാണ് വിനോദങ്ങളും ആഘോഷങ്ങളും. എന്നാൽ സാമൂഹ്യ മാധ്യമങ്ങളുടെ ചുഴിയിൽപ്പെട്ട് ആടിയുലഞ്ഞ് ജീവിതം
മുന്നോട്ട് നയിക്കുന്നവരാണ് ഇന്ന് ബഹുഭൂരിപക്ഷം ആളുകളും. ഓരോ യാത്രയിലൂടെയും പുതിയ അനുഭവങ്ങൾ ലഭിക്കുന്നു. യാത്രയിലൂടെയും കാഴ്ചയിലൂടെയും ചുറ്റുപാടുകളെയും ലോകത്തെയും നാം നേരിട്ട് അനുഭവിച്ചറിയുന്നു. ഇന്നത്തെ തലമുറ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുകയും അവിടുത്തെ ജീവിത സംസ്കാരം ഇവിടെ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പഴയ തലമുറ വിദേശ രാജ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നത് മാധ്യമങ്ങൾ വഴിയായിരുന്നെങ്കിൽ ഇന്നത്തെ തലമുറ വിദേശ രാജ്യങ്ങളിൽ നേരിട്ട് പോവുകയും അവിടുത്തെ ജീവിത സംസ്കാരം പഠിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ തലമുറ എന്തുകൊണ്ടാണ് യാത്രകൾ ഇഷ്ടപ്പെടുന്നത്? അവർ അതിനുവേണ്ട യാത്രയ്ക്ക് വേണ്ട പണം എങ്ങനെ സ്വരൂപിക്കുന്നു? പുതിയ തലമുറയുടെ ശീലങ്ങൾ എന്തെല്ലാം? വരും തലമുറയുടെ സംസ്കാരം എന്തായിരിക്കും എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതുണ്ട്. കോവിഡിന് ശേഷമാണ് ഞാൻ യാത്ര ചെയ്യാൻ തുടങ്ങിയത്. കോവിഡ് കാലഘട്ടം മനുഷ്യരാശിയിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചു. എന്നിലും കോവിഡ് കാലഘട്ടം പരിവർത്തനം ഉണ്ടാക്കി. വായനാശീലമില്ലാത്ത ഞാൻ എഴുതാൻ തുടങ്ങി. എഴുതണമെങ്കിൽ വായനാശീലം വേണം. എഴുതുവാനുള്ള ആശയങ്ങൾ ലഭിക്കുന്നത് വായനയിലൂടെയാണ്. എന്നാൽ എനിക്ക് എഴുതുവാനുള്ള ആശയങ്ങൾ ലഭിച്ചത് എൻ്റെ ജീവിതത്തിൽ നിന്നു തന്നെയാണ്. കോവിഡ് കാലഘട്ടത്തിൽ എനിക്കുണ്ടായ മറ്റൊരു ശീലമാണ് യാത്ര. യാത്രകൾ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ തന്നു. ഓരോ മാറ്റത്തിനും ഓരോ കാരണങ്ങളുണ്ടാവാം. എൻ്റെ മാറ്റത്തിനുള്ള കാരണം കുടുംബജീവിതത്തിൽ ഉണ്ടായ അഭിപ്രായ ഭിന്നത. കുടുംബജീവിതത്തിലെ പാളിച്ചകൾ അതിജീവിക്കാൻ വേണ്ടി ഞാൻ കണ്ടെത്തിയ മാർഗമായിരുന്നു യാത്രയും എഴുത്തും. ഞാൻ ആ കാലഘട്ടത്തിൽ കുറേ ജീവിത പാഠങ്ങൾ പഠിച്ചു. എന്താണ് കുടുംബബന്ധം? എന്താണ് സുഹൃത്ത് ബന്ധം? കുടുംബബന്ധമാണ് ജീവിതത്തിൽ വലുതെന്ന് കരുതിയാൽ ഭാവിയിൽ എന്ത് സംഭവിക്കും? സുഹൃത്ത് ബന്ധമാണ് വലുതെന്ന് കരുതിയാൽ ജീവിതത്തിൽ എന്ത് സംഭവിക്കും? ഇനി കുടുംബബന്ധവും സുഹൃത്ത് ബന്ധവും ഒന്നിച്ചു കൊണ്ടുപോയാൽ ഭാവിയിൽ എന്ത് സംഭവിക്കും എന്നുമുള്ള പാഠങ്ങളാണ് ഞാൻ പഠിച്ചത്. ജീവിതത്തിൽ എന്നെ സ്വാധീനിച്ച വ്യക്തികൾ ആരെല്ലാം? എൻ്റെ ജീവിതത്തിൻ്റെ വളർച്ചയെയും തളർച്ചയെയും കൂടെ നിന്നവർ ആരെല്ലാം? മുഖംമൂടി അണിഞ്ഞ കപട വ്യക്തികൾ ആരെല്ലാം? തുടങ്ങി നിരവധി പാഠങ്ങൾ ജീവിതത്തിൽ ഞാൻ ആ കാലഘട്ടത്തിൽ പഠിച്ചു. പ്രശ്നം ഉണ്ടാകുന്നത് എങ്ങനെ? പ്രശ്നത്തിന് കാരണമെന്ത്? ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം? പ്രശ്നത്തിൻ്റെ യഥാർത്ഥ ഉത്തരവാദി ആര്? ആരാണ് പ്രശ്നം പരിഹരിക്കേണ്ടത്? പ്രശ്നം പരിഹരിക്കാനുള്ള വിവിധ മാർഗങ്ങൾ ഞാൻ പഠിച്ചു. ഇങ്ങനെ പ്രശ്നത്തെക്കുറിച്ചും അതിന് പരിഹാരത്തെക്കുറിച്ചുമുള്ള കണ്ടെത്തലുകളിലൂടെ എന്നിൽ പരിവർത്തനം ഉണ്ടായി. ഒറ്റയ്ക്കുള്ള യാത്ര വളരെ അപകടം നിറഞ്ഞതാണ്. യാത്രയിൽ നിരവധി മുൻകരുതലുകൾ എടുക്കണം. ഓരോ നിമിഷവും എന്തും സംഭവിക്കാം. ആ സംഭവങ്ങളെ അതിജീവിക്കാനുള്ള മാനസിക കരുത്ത് ഉണ്ടായിരിക്കണം. കാഴ്ചക്കാർക്ക് യാത്രകൾ വളരെ നിസ്സാരമാണ്. എന്നാൽ യാത്ര ചെയ്യുന്ന വ്യക്തിയുടെ മനസ്സിലുണ്ടാകുന്ന മാനസിക സംഘർഷം അനുഭവിച്ചറിയണം. ഒരേ സമയം അപകടത്തെക്കുറിച്ച് ചിന്തിക്കുകയും ചുറ്റുമുള്ള കാഴ്ചകളിലൂടെ അറിവുകൾ നേടലും മനസ്സിൽ ഒരേ സമയം ഉണ്ടാവണം. അതീവ ജാഗ്രത പുലർത്തണം. പ്രത്യേകിച്ച് രാത്രികാല യാത്രകൾ. ചുറ്റുമുള്ള കാഴ്ചകൾ കണ്ട ശേഷമേ വിദേശ യാത്രകൾ ചെയ്യൂ എന്നാണ് എൻ്റെ തീരുമാനം. അതിൻ്റെ ഭാഗമായി ഞാൻ
കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. കൂടാതെ ലക്ഷദ്വീപ്, ഗോവ, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, മഹാരാഷ്ട്ര, കർണാടക, ഹിമാചൽ പ്രദേശ്, ഡൽഹി തുടങ്ങിയ സ്ഥലങ്ങളും യാത്ര ചെയ്തിട്ടുണ്ട്. ഇന്ത്യ മുഴുവൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുക എന്നാണ് എൻ്റെ ലക്ഷ്യം. എൻ്റെ യാത്രകളുടെ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാം. ഏവർക്കും നന്ദി. ആ ഏ ഓ ആ ഏ ഓ കൈതോല പായ വിരിച്ച് പായിലൊരു പറന്നൊല്ല് പൊരിച്ച് കാതുകുത്താനെപ്പ വരും നിന്റെ അമ്മവന്മാര് പൊന്നോ, കാതുകുത്താനെപ്പ വരും നിന്റെ അമ്മവന്മാര് പൊന്നോ. ആ ഏ ഓ ആ ഏ